ഇത് നമ്മളെ വീട്ടിലെ ബട്ടർ ഫ്രൂട്ട് മരാട്ടോ. കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, ഇപ്രാവശ്യം കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വലിയൊരു ബട്ടർ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. മഴയും തണുപ്പും ആയതുകൊണ്ട് തന്നെ ജ്യൂസ് അടിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ആ ബട്ടർ കൊണ്ട് എന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ബട്ടർ ഫ്രൂട്ട് കൊണ്ട് ബ്രെഡ് ടോസ്റ്റ്. അതിനായിട്ട് നല്ല പഴുത്തൊരു ബട്ടർ ഫ്രൂട്ട് എടുക്കണം. വീട്ടിലുണ്ടായതുകൊണ്ട് തന്നെ കേടൊന്നുമില്ലാത്ത നല്ല അടിപൊളി ബട്ടറാട്ടോ. കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ. മുറിക്കുമ്പോഴും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ബട്ടർ ഫ്രൂട്ട് മുറിക്കാൻ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുരുവൊക്കെ ഇങ്ങനെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുറിക്കാം. മുറിച്ചിട്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് എന്താക്കാം, ഒരു ഫോർക്കോ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഒരു പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ ഉടച്ചെടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉള്ളി, വലിയ ഉള്ളി കുനുകുനാ മുറിച്ചതും പിന്നെ തക്കാളിയും പച്ചമുളകും കുനുകുനാ മുറിച്ചതും കൂടെ അതിലേക്ക് ചേർക്കണം. ചെറുനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് തൈരാട്ടോ ഉപയോഗിച്ചത്. കുറച്ച് തൈരും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. ബട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല, നെയ്യോ ഓയിലോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് നല്ലോണം ടോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച അവക്കാഡോൻ്റെ ആ ഒരു കൂട്ടും കൂടി ഇടുക. നല്ല ടേസ്റ്റാട്ടോ. ഇതൊന്ന് ഇതുവരെക്കും ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി സാധനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ സുഖമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ് അവക്കാഡോ. ഇനി നമുക്കതൊന്ന് എടുത്ത് കഴിച്ച് നോക്കാം. എന്താ ടേസ്റ്റ് എന്നറിയണ്ടേ. അടിപൊളി ടേസ്റ്റാട്ടോ, ഒന്നും പറയാനില്ല.